എല്ലാവർക്കും നമസ്കാരം. നാളെയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രധാന ഉത്സവമായ തൈപ്പൂയം. തമിഴ് മാസമായ തൈമാസത്തിൽ പൂയം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഉത്സവമായതുകൊണ്ടാണ് എല്ലാവരും തൈപ്പൂയം എന്ന് വിളിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി താരകാസുരനെ വധിച്ചു വരുന്ന ദിവസമായും പാർവതി ദേവി സുബ്രഹ്മണ്യ സ്വാമിക്ക് വേൽ കൊടുത്ത ദിവസമായും ആചരിക്കപ്പെടുന്നു. പ്രധാനമായും സുബ്രഹ്മണ്യ സ്വാമി താരകാസുരനെ വധിച്ച് വരുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. താരകാസുരനെ വധിച്ച ശേഷം വരുന്ന സുബ്രഹ്മണ്യ സ്വാമിക്ക് പൂക്കൾ കൊണ്ട് തോരണങ്ങൾ കെട്ടിയും മാലകൾ കെട്ടിയും ദേവതകളും ആവാൽവർഗ ജനങ്ങളും ആനന്ദ നൃത്തമാടുകയും അദ്ദേഹത്തിന് യുദ്ധത്തിലേറ്റ മുറിവുകൾ ഉണങ്ങുന്നതിന് ശരീരം ഔഷധജലത്താൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ സ്മരണയ്ക്കായാണ് ഇന്നേ ദിവസം മുരുകഭക്തർ കാവടിയെടുത്ത് നൃത്തമാടിയും അതിലെ ദിവ്യ ഔഷധങ്ങൾ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. അതിനാലാണ് ഈ ദിവസം അഭിഷേകത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അന്നേ ദിവസം അഭിഷേക വഴിപാട് നടത്തിയാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് വേഗം ലഭിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ വേഗം സഫലീകരിക്കുകയും ചെയ്യുന്നു. ഇതിന് ഒരു തർക്കമറ്റ കാര്യമല്ല, സത്യമായ കാര്യമാണ്. അതെന്തൊക്കെ അഭിഷേകമാണ് നടത്തേണ്ടതിനെ കുറിച്ച് ചുരുക്കി ഞാൻ പറയാം. അതിൻ്റെ ഫലത്തെക്കുറിച്ചും പറയാം. ജല അഭിഷേകമാണ് ആദ്യത്തേത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ജല അഭിഷേകം ചെയ്യുന്നതിലൂടെ സകലകാര്യ സിദ്ധി നമുക്കുണ്ടാകും. അതായത് നമ്മൾ ഏറ്റെടുക്കുന്ന ഏതു പ്രവൃത്തിയിലും തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കുന്നതിനും അതിൽ പൂർണ്ണ വിജയം നേടുന്നതിനും നമുക്ക് സാധിക്കും. കൂടാതെ മനഃശാന്തിയും ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവയാണ് ജലാഭിഷേകത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നത്. രണ്ടാമത്തെ അഭിഷേകം ഇളനീർ അഭിഷേകം. ഇളനീർ അഭിഷേകം സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ശത്രുഭയം, രോഗപീഠ എന്നിവയിൽ നിന്നും മുക്തമാവുന്നു. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളുടെ ഉപദ്രവം പല വിധത്തിലും ഉണ്ടാകാറുണ്ട്. ആ ഉപദ്രവം ഈ ഇളനീർ അഭിഷേകത്തിലൂടെ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ പലവിധ രോഗങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്നവർക്ക് രോഗശമനം ഇളനീർ അഭിഷേകത്തിലൂടെ സാധിക്കും. മൂന്നാമത്തെ അഭിഷേകമാണ് നെയ്യ് അഭിഷേകം. ശബരിമല ശ്രീധർമ്മശാസ്താവിന് നമ്മൾ ചെയ്യുന്ന നെയ്യ് അഭിഷേകം പോലെ തന്നെ പ്രധാനമാണ് സുബ്രഹ്മണ്യ സ്വാമിക്കും നെയ്യ് അഭിഷേകം ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് വർദ്ധിച്ച സമ്പത്ത് ലഭിക്കും. വീര്യം, അതായത് എന്തും ഉത്സാഹത്തോടെ ചെയ്യുവാനുള്ള ശക്തി, പിന്നെ നമുക്ക് കീർത്തിയും ലഭിക്കും. നാലാമത്തെ അഭിഷേകമാണ് പഞ്ചാമൃത അഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് പഞ്ചാമൃത അഭിഷേകം. പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സിദ്ധിക്കും. പഞ്ചാമൃതത്തിന് അത്ര വലിയ പ്രാധാന്യമുണ്ട് സ്വാമിക്ക്. പഴനിയിൽ പഞ്ചാമൃതം വളരെ പ്രധാനമാണ്. അതിനാലാണ് പഞ്ചാമൃത അഭിഷേകം സുബ്രഹ്മണ്യ സ്വാമിക്ക് തൈപ്പൂയ ദിവസം നടത്തിയാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സിദ്ധിക്കും. ഇനി അഞ്ചാമത്തെ അഭിഷേകം പഞ്ചഗവ്യ അഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചഗവ്യ അഭിഷേകം ചെയ്യുന്നത് ഭോഗസുഖങ്ങൾ എല്ലാം ലഭിക്കുകയും അവസാനം മുക്തി ലഭിക്കുകയും ചെയ്യുന്നു. പഞ്ചഗവ്യം എന്നത് പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 വസ്തുക്കൾ കൃത്യമായ അളവിൽ ചേർത്താണ് ഉണ്ടാക്കുന്നത്. പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ഗോമയം, അതായത് ചാണകം. ഇവയാണ് പഞ്ചഗവ്യ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. ആറാമത്തെ അഭിഷേകം ചെറുനാരങ്ങ നീരഭിഷേകമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെറുനാരങ്ങയുടെ നീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് നമുക്ക് മരണഭയമകറ്റി രോഗത്തിൽ നിന്നും ശാന്തി ലഭിക്കാൻ സഹായിക്കുന്നു. ഏഴാമത്തെ അഭിഷേകം
പനിനീർ അഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകം ചെയ്യുന്നതിലൂടെ നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും കരകയറാൻ വളരെയധികം സഹായിക്കുന്നു. ഇനി 8ാമത്തെ അഭിഷേകം പാലഭിഷേകമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തിയാൽ ബിന്ദുബലം സിദ്ധിക്കും. ബിന്ദുക്കളുമായി നല്ല ഐക്യവും സ്നേഹവും നമ്മൾ ഉണ്ടാകും. അതുകൂടാതെ ദീർഘായുസ്സും ലഭിക്കും. 9ാമത്തെ അഭിഷേകമാണ് തൈരഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് തൈരഭിഷേകം ചെയ്താൽ നമുക്ക് സർവമംഗളങ്ങളും ഐശ്വര്യവും വർദ്ധിച്ചു വരും. തൈരഭിഷേകം ചെയ്താൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമുക്ക് സർവവിധ മംഗളങ്ങളും ഐശ്വര്യവും വർദ്ധിച്ചു വരും. ഇനി 10ാമത്തെ അഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് തേനഭിഷേകം നടത്തിയാൽ നമ്മുടെ എല്ലാവിധ ജ്ഞാനവും ലഭിക്കുകയും ചെയ്യും. അതിലൂടെ നമ്മൾ അറിവുറ്റ ഒരാളായി മാറുകയും ചെയ്യും. പിന്നെ സ്വരമാധുര്യത്തിനും സംഗീതസിദ്ധിക്കും തേനഭിഷേകം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനി 11ാമത്തെ അഭിഷേകമാണ് കരിമ്പിൻ നീർ അഭിഷേകം. കരിമ്പിൻ്റെ നീർ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം നടത്തിയാൽ ഋതുക്കൾക്ക് ഗതി ലഭിക്കാൻ സഹായിക്കുന്നു. അത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ ഋതുദോഷമൊക്കെ ഉണ്ടാവും. ഋതുക്കൾ ഗതി കെട്ടാതെ അലയുന്നതായിട്ടൊക്കെ പറയുന്നു. അതിനൊക്കെ ഒരു പരിഹാരമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് കരിമ്പിൻ നീർ കൊണ്ടുള്ള അഭിഷേകം. ഇനി 12ാമത്തെ അഭിഷേകമാണ് ചന്ദന ജലാഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചന്ദന ജലാഭിഷേകം നടത്തിയാൽ നമുക്ക് ധനലാഭമാണ് ഉണ്ടാകുന്നത്. വളരെയധികം ധനം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചന്ദന ജലാഭിഷേകം നടത്തണം. മഞ്ഞൾ അഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് മഞ്ഞൾ അഭിഷേകം 13ാമതായി പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമിക്ക് മഞ്ഞൾ അഭിഷേകം നടത്തിയാൽ നമ്മുടെ മനസ്സിനുള്ള എല്ലാ തിന്മയും അകറ്റാൻ സഹായിക്കുന്നു. ദുഷ്ചിന്തകളെ മാറ്റി നമ്മുടെ മനസ്സ് സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്നു. 14ാമത്തെ അഭിഷേകമാണ് ശർക്കര അഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ശർക്കര അഭിഷേകം നടത്തിയാൽ ശത്രുവിജയമാണ് ഇതിൻ്റെ ഫലം. നമുക്ക് ഏത് വിധേനയുമുള്ള ശത്രുക്കളെയും ഇല്ലാതാക്കി പൂർണ്ണമായും വിജയം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് ശർക്കര അഭിഷേകം നടത്തുന്നതിലൂടെ. ഇനി 15ാമത്തെ അഭിഷേകമാണ് ഭസ്മാഭിഷേകം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തിയാൽ നമ്മുടെ എല്ലാവിധ പാപങ്ങളും ശമിച്ച് ശാന്തിയും മനഃശാന്തിയും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഭസ്മാഭിഷേകം നടത്തി കഴിഞ്ഞാൽ എല്ലാവിധ പാപങ്ങളും നമ്മൾക്ക് മാറ്റി മനഃശാന്തിയും മനസ്സുഖവും നമുക്ക് പ്രദാനം ചെയ്യുന്നു സുബ്രഹ്മണ്യ സ്വാമി. അഭിഷേകം കൂടാതെ അവല്, മലർ, അപ്പം, അട, പഞ്ചാമൃതം, പയർ, പാൽപ്പായസം, വെള്ള നിവേദ്യം, പാനകം ഇവ യഥാശക്തി നമുക്ക് നിവേദ്യമായി വഴിപാട് നടത്താം. ഇങ്ങനെ അവനവൻ്റെ കഴിവിനനുസരിച്ച് തൈപ്പൂയ ദിവസം അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി നടത്തിയാൽ ഭഗവാന്റെ അനുഗ്രഹം വേഗം നമുക്ക് ലഭിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ വേഗം നടക്കുകയും ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പൂജയ്ക്ക് രസീത് എഴുതി നമ്മൾ അവിടെ ചെന്നിട്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. ഈ രസീത് തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് തിരുമേനി ആ സമയം അഭിഷേകവും പൂജ നടക്കുന്ന സമയം ദൈവന്റെ മുന്നിൽ അല്പം മാറി നമ്മൾ ഭഗവാനെ മനഃശുദ്ധിയോടെയും പൂർണ്ണമായും വിശ്വാസത്തോടെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഫലസിദ്ധി നമുക്ക് ലഭിക്കുകയുള്ളൂ.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു.